പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവ സംഘാംഗമെന്ന് സംശയിക്കുന്നയാൾ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പിടിയിലായിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു. കുണ്ടന്നൂരിൽ വെച്ച് തമിഴ്നാട് സ്വദേശി സന്തോഷ് ശെൽവം പോലീസിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞു. സംഘത്തിലെ മറ്റൊരാളായ മണികണ്ഠനും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. 4 മണിക്കൂറോളം നീണ്ട അതിതീവ്ര പരിശ്രമത്തിനൊടുവിലാണ് ഈ കുറുവ സംഘത്തിലെ അംഗത്തെ പോലീസ് ഈ കുണ്ടന്നൂർ പാലത്തിന് താഴെയുള്ള പ്രദേശത്തു നിന്നും കണ്ടെത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തായിരുന്നു സന്തോഷ് ശെൽവൻ എന്ന് പറയുന്ന ഈ കുറുവ സംഘത്തിലെ അംഗം ഈ ഒളിച്ചു താമസിച്ചിരുന്നത്. ഇയാൾ ഇവിടെ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസും അതുപോലെ തന്നെ മണ്ണഞ്ചേരി പോലീസും ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. പോലീസ് പറഞ്ഞതനുസരിച്ച് ഈ ഭാഗത്ത് ഇയാളെ തിരഞ്ഞെത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. അതായത് ഈ കാണുന്ന ഷെഡ്, ഒരാൾക്ക് നേരെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ഈ ഷെഡിനകത്ത് മണ്ണിലൊരു കുഴി കുഴിച്ച് ആ കുഴിക്കകത്തായിരുന്നു സന്തോഷ് ശെൽവൻ കിടന്നിരുന്നത്. ആ കുഴിയിൽ കിടന്ന് അതിന് മുകളിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്ലാസ്റ്റിക് ഷീറ്റ് പുതച്ചുകൊണ്ടായിരുന്നു സന്തോഷ് ശെൽവൻ കിടന്നിരുന്നത്. അതായത് പോലീസ് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും നിലയിൽ പരിശോധനയ്ക്കായി ഇവിടെ എത്തിയാൽ പോലും ഒരു മനുഷ്യജീവി ഇതിനടിയിൽ ഉണ്ട് എന്ന് മനസ്സിലാകാത്ത നിലയിലുള്ള ഒരു ഒളിച്ച് പാർക്കലായിരുന്നു സന്തോഷ് ശെൽവൻ ഇവിടെ നടത്തിയിരുന്നത്. ഇവിടെ നിന്നും സന്തോഷ് ശെൽവനെ പിടികൂടുകയും ഒപ്പമുണ്ടായിരുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയെയും പോലീസ് പിടികൂടുകയും ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ജീപ്പിൽ കയറ്റിയ സമയത്ത് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ ഈ പോലീസിനെ ആക്രമിച്ച് ഈ ജീപ്പിന്റെ ഡോർ തുറന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. അപ്പോൾ മണികണ്ഠനെ പോലീസിന്റെ കസ്റ്റഡിയിൽ പിന്നീട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിലും ഈ സന്തോഷ് ശെൽവൻ പോലീസിന്റെ പിടിയിൽ നിന്നും കുതറി മാറി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം, അതായത് ഇത് കുണ്ടന്നൂർ പാലത്തിന്റെ താഴെയുള്ള ഭാഗമാണ്. ഇവിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധിയായ ആളുകൾ കുടുംബമായി താമസിക്കുന്നത്. അവരോടൊപ്പമായിരുന്നു ഈ സന്തോഷ് ശെൽവൻ ദിവസങ്ങളായി താമസിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസിൽ ലഭിക്കുന്ന വിവരം. ഈ കാണുന്ന കാട് പിടിച്ച പ്രദേശം ഇവിടെ ഒരു ചതുപ്പ് പ്രദേശം കൂടിയാണ്. ഈ പ്രദേശത്തേക്കായിരുന്നു പോലീസിനെ വെട്ടിച്ച് സന്തോഷ് ശെൽവൻ ഓടിയത്. അതിനുശേഷം പോലീസ്, അതായത് ആലപ്പുഴയിൽ നിന്നുള്ള 50-ലധികം പോലീസുകാർ അടങ്ങിയ സംഘം, അതുപോലെ തന്നെ എറണാകുളത്തെ മരടിലെ പോലീസ് സംഘം, അതുപോലെ ഫയർഫോഴ്സ്, അവരുടെ സ്കൂബ ടീം, ഇത്തരത്തിലൊരു വലിയ സംഘമായിരുന്നു 4 മണിക്കൂറോളം നീണ്ട പരിശോധന ഈ പ്രദേശത്ത് നടത്തിയിരുന്നത്. ഇന്ന് രാത്രി കൂടി പരിശോധന തുടരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആലപ്പുഴ ഡിവൈഎസ്പി ഇന്ന് രാത്രിയും പരിശോധന തുടരുമെന്നെല്ലാം നമ്മളോട് പ്രതികരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് 4 മണിക്കൂറുകൾക്ക് ശേഷം അതിനാടകീയമായി ഈ പ്രതിയായ സന്തോഷ് ശെൽവനെ ഈ തൊട്ടടുത്ത പ്രദേശത്തു നിന്നും പോലീസ് പിടികൂടുന്നത്. ഈ സംഘത്തിൽ നിന്നും സന്തോഷ് ശെൽവന്റെ കയ്യിൽ നിന്നും പിച്ചാത്തിയും വാക്കത്തിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയെന്നും ആലപ്പുഴ ഡിവൈഎസ്പി നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും എല്ലാം അതിനിർണായകമായ അതിതീവ്രമായ പരിശ്രമത്തിന്റെ ഒടുവിൽ 4 മണിക്കൂറുകൾക്കിപ്പുറമാണ് ഈ കുറുവ സംഘത്തിലെ 2 അംഗങ്ങൾ മണികണ്ഠനും അതുപോലെ തന്നെ സന്തോഷ് ശെൽവനും പിടിയിലായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവരുടെ മൊഴി, ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷമുള്ള നടപടികൾ ഏത് നിലയിലായിരിക്കും അന്വേഷണത്തെ സ്വാധീനിക്കുക എന്നത് കണ്ടറിയണം. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.